നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രൂക്ഷമായ ജലക്ഷാമം നേരിട്ടിരുന്ന തൃത്താലയെ ജലസംഭരണികളും പൊതുകുളങ്ങളും നിർമ്മിച്ച് ജലസമൃദ്ധമാക്കാൻ കഴിഞ്ഞുവെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ്. നാഗലശ്ശേരി പഞ്ചായത്തിലെ നവീകരിച്ച മാങ്ങാട്ടുകുളം നാടിനെ സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാങ്ങാട്ടുകുളം നേരത്തെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ. ഇത് അങ്ങനെയാണ് ഈ കുളം നിർമ്മിക്കാൻ പണം എന്ന് തീരുമാനിച്ചത്. ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെ ആവശ്യപ്രകാരം കാണാൻ വന്നു. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിരുന്നു, തകർന്നു കിടക്കുകയാണ്, കുറെ അധികം പൈസ വേണ്ടി വരും, പഞ്ചായത്ത് കുട്ടികൾ കൂടുന്നതല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അതിന് ബജറ്റിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചത്. വെറുതെ ഒരു കുളം ആഴം കൂട്ടുക മാത്രമല്ല ചെയ്തത്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഇതൊരു മനോഹരമായ സ്ഥലമാക്കിയിട്ട് മാറ്റി. 30 വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയ സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ ഭൂഗർഭജല വിധാനത്തിൽ സെമി ക്രിട്ടിക്കൽ നിലയിലായിരുന്ന തൃത്താലയെ വെള്ളം ഭൂമിയിൽ സംഭരിച്ചു നിർത്താൻ കഴിയുന്ന പ്രദേശമാക്കി മാറ്റാൻ കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതുപ്രകാരം ഒരു ദിവസം 5 കോടി ലിറ്റർ മഴവെള്ളമാണ് സംഭരിക്കാനായത്. എല്ലാ വാർഡിലും വറ്റാത്ത കിണറെന്ന ലക്ഷ്യത്തിലേക്ക് സുസ്ഥിര തൃത്താല അടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിൽ 60 അംഗനവാടികളിലെ കിണർ റീചാർജിംഗ്, 575 വീടുകളിലെ കിണർ റീചാർജിംഗ്, 107 കാർഷിക കുളങ്ങളുടെ പൂർത്തീകരണം, 64 പൊതുകുളങ്ങളുടെ നവീകരണം, 139 നീർച്ചാലുകളുടെ നവീകരണം എന്നിവ സാധ്യമാക്കി. മണ്ഡലത്തിലെ എല്ലാ കിണറുകളും റീചാർജ് ചെയ്ത് കൂടുതൽ ജലസമൃദ്ധമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൂട്ടക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൂർത്തീകരിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതായും മന്ത്രി അറിയിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷൊർണൂർ മൈനർ ഇറിഗേഷൻ സീനിയർ ക്ലർക്ക് സന്തോഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ റിജീന വളപ്പിൽ നന്ദിയും പറഞ്ഞു. 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റ് ഉൾപ്പെടുത്തി 1 കോടി രൂപ വിനിയോഗിച്ചാണ് മാങ്ങാട്ടുകുളം നവീകരിച്ചത്. തൃത്താലയുടെ സമഗ്ര വികസനത്തിന് മന്ത്രി എം ബി രാജേഷ് ആവിഷ്കരിച്ച സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് കുളം നവീകരിച്ചത്. ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തൃത്താല സ്വദേശിക്ക് ഗുരുതര പരിക്ക്. തൃത്താല ഉള്ളന്നൂർ സ്വദേശി സനലിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിരെ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സനലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന് ശനിയാഴ്ച വലിയ പെരുന്നാൾ. കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ശനിയാഴ്ച ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ത്യാഗം, സഹനം, സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ സ്മരണയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമുണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും തന്റെ ദാസന്റെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചതായാണ് വിശ്വാസം. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ പ്രത്യേക നമസ്കാരം നടക്കും. ഏതാനും ദിവസങ്ങളായി മഴ മാറി നിൽക്കുന്നതിനാൽ തുറസായിടങ്ങളിൽ തന്നെ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈദ്ഗാഹ് കമ്മിറ്റികൾ. ഈദ് നമസ്കാരത്തിനു ശേഷം വിശ്വാസികൾ ബലികർമ്മം നിർവഹിക്കും. പിന്നീട് ബന്ധുക്കളെ സന്ദർശിച്ച് ആശംസകൾ കൈമാറി പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലേക്ക്. മൈലാഞ്ചിച്ചോപ്പും ബിരിയാണി രുചിയും ഒത്തുകൂടലിന്റെ സന്തോഷവുമായി വലിയ പെരുന്നാളിനെ ആഘോഷമാക്കാനൊരുങ്ങുകയാണ് വിശ്വാസികൾ. വരവൂരിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയെന്ന് പരാതി. വരവൂർ പാലക്കൽ ക്ഷേത്രക്കുളത്തിന് മുൻപിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 12ഉം 13ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളെ വരവൂർ വടക്കേതിൽ വീട്ടിൽ ഷനീഷ് എന്നയാൾ ആക്രമിക്കുകയും മോശമായി സംസാരിക്കുകയും കളി തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവം അറിഞ്ഞെത്തിയ പ്രദേശവാസികൾക്ക് നേരെയും ലഹരിക്കടിമയായ ഇയാൾ ആക്രമണം നടത്തിയതായി പറയുന്നു. മുൻപും സമാനമായ രീതിയിൽ മറ്റൊരാളെ ആക്രമിച്ചതിന് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ ഇയാളുടെ പേരിൽ കേസുണ്ട്. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. നീ നമ്മളീ പ്രായം കഴിഞ്ഞ് വന്നല്ലേ,
ഈ പ്രായം കഴിഞ്ഞ് വന്നല്ലേ നമ്മള് വെള്ളം അടിച്ചാലോ എല്ലാം ആരെ വെള്ളം അടിക്കുന്നത് ഞാൻ പിടിച്ച് മാറ്റിയതാണോ അവരോട് നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്നല്ലേ പിന്നീട് കളിച്ചോട്ടെ ഇവിടെ ഇരുന്നോ തന്ന് മേത്തേക്ക് വരുമ്പോഴല്ലേ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാടത്ത് വെള്ളം നിറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കളിച്ചായിരുന്നു. ഇവിടെ കളി കഴിഞ്ഞിട്ട് കുളത്തിൽ കുളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ്. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സനീഷ് പറഞ്ഞൊരു ഏട്ടൻ മദ്യപിച്ച അബോധാവസ്ഥയിൽ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങളുടെ നിന്ന് ബോൾ പിടിച്ച് വാങ്ങി. ഒരു ചെക്കൻ്റെ ഷോൾഡർ വിളിച്ച് വലിക്കുകയും അമ്മയ്ക്ക് വിളിക്കുക അച്ഛനെ വിളിക്കുകയൊക്കെ കുറേ സംഭവം ഉണ്ടായി. ഞങ്ങളതിനെ മർദ്ദിക്കാൻ വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മാമേനെ വിളിച്ചു. മാമേനെ വിളിച്ചിട്ട് മാമ വന്ന് കളിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇവിടെ ആള് മാമയായിട്ട് അലമ്പുണ്ടാക്കാൻ വന്നു. അടിയായി. എന്നിട്ട് അടിച്ചു. ഏട്ടനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഞ്ഞു മക്കളുടെ മുന്നിൽ അത്രയും മോശമായ രീതിയിൽ സഭ്യമല്ലാത്ത ഭാഷ, അതും ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചിട്ട് അത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നത്, അതായത് നിൽക്കുന്ന ആളുകൾ പോലും കേട്ട് നിൽക്കൽ നിറയ്ക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ഈ കുഞ്ഞു പിള്ളേരോട്, നമ്മളോട് ഉൾപ്പെടെ. നമ്മൾ അതിനകത്ത് പ്രതികരിക്കാൻ വേണ്ടി പോയില്ല. പിന്നെ നമ്മളെ തല്ലാൻ വന്ന രീതിക്കകത്ത് നമ്മൾ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി തയ്യാറായതും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായത്. തീർച്ചയായും കുഞ്ഞു മക്കൾക്കെതിരെയുള്ള ഈ ഒരു അതിക്രമത്തിനെതിരെ, അടിമപ്പെട്ടുകൊണ്ട് ചെയ്ത ഈ ഒരു അതിക്രമത്തിനെതിരെ നല്ല നടപടി ഉണ്ടാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടാനുള്ളത്. പാലത്തറ ഗേറ്റ് അബ്ദുൾ റഷീദ് ബാഗവിയുടെ ദർഗസ് വിദ്യാർത്ഥി സംഘടനയായ SSIയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ 160ഓളം വിദ്യാർത്ഥികളാണ് പരിശീലനം നേടുന്നത്. പാലത്തറ ഗേറ്റ് അബ്ദുൾ റഷീദ് ബാഗവിയുടെ ദസ് വിദ്യാർത്ഥി സംഘടന SSI ജീവിതതാളം 2025 എന്ന പേരിലാണ് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പരുതൂർ പഞ്ചായത്തിലെ നാനാർച്ചിക്കുളത്തിലാണ് പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഉമർ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാർക്കസ് പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് ബാഗവി, പാലത്തറ ഗേറ്റ് പരുതൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ഹസൻ ഖാജി, മെമ്പർമാരായ സുധീർ, മാർക്കസ് പ്രസിഡന്റ് സുലൈമാൻ സക്കാഫി, അലി ഇക്ബാൽ, മുഹമ്മദ് വട്ടപ്പടി, അബ്ദുൽ ജബ്ബാർ ഹാജി, സേതുപ്പ ഹാജി, വാപ്പു മുസ്ലിയാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. റെസ്ക്യൂ ട്രെയിനർ KS ഷാജി ഫ്ലോട്ടിലെയാണ് ക്ലാസിന് നേതൃത്വം നൽകിയത്. നാനാർച്ചിക്കുളത്തിൽ നീന്തൽ പരിശീലനത്തിന് ആദ്യഘട്ടത്തിൽ 160 കുട്ടികളാണ് പങ്കെടുത്തത്. പൊതുസമൂഹത്തിലെ കുട്ടികൾക്കും നീന്തൽ പരിശീലനം ലഭ്യമാക്കാനാണ് ലക്ഷ്യം. ദർസിന്റെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്നത്. പട്ടാമ്പിയുടെ ജനകീയ ഡോക്ടറായിരുന്ന ഡോക്ടർ ജോസ് പുളിക്കലിനെ ഞായറാഴ്ച പട്ടാമ്പിയിൽ അനുസ്മരിക്കും. ഡോക്ടർ ജോസ് പുളിക്കൻ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. പട്ടാമ്പിക്കാരുടെ ജനകീയ ഡോക്ടറായിരുന്ന ഡോക്ടർ ജോസ് പുളിക്കന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓട്ടോത്തിൽ വെച്ചാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് കോമൺ ആശുപത്രിയിലടക്കം സേവനമനുഷ്ഠിച്ച ഡോക്ടർ ജോസ് പുളിക്കൻ പട്ടാമ്പിക്കാരുടെ മനസ്സിലെ മങ്ങാത്ത ഓർമ്മ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഡോക്ടർ ജോസ് പുളിക്കൻ ഫൗണ്ടേഷനും ആരംഭിക്കുന്നുണ്ട്. പട്ടാമ്പിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ചികിത്സാ സഹായത്തിനായാണ് ഡോക്ടർ ജോസ് പുളിക്കൻ ഫൗണ്ടേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തുമെന്ന് ജോസ് പുളിക്കന്റെ മകൻ ആന്റണി പുളിക്കനും സംഘാടക സമിതി ഭാരവാഹിയുമായ ഡോക്ടർ ബാലസുബ്രഹ്മണ്യനും പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയുടെ ഒരു അടയാളമായിട്ട് മാറി തീരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സിഗ്നേച്ചർ ഓഫ് പട്ടാമ്പി നമ്മൾ എപ്പോഴും പറയാറ്. പണ്ടൊക്കെ ആരെങ്കിലും അറിഞ്ഞ് ജോസ് പുളിക്കൻ ബിൽഡിംഗ് ഏതാണ്, ഡോക്ടർ ജോസ് പുളിക്കൻ എവിടെയാണ് അറിഞ്ഞ് എല്ലാവർക്കും അറിയുന്ന ആൾക്ക്. അത്രയ്ക്കും സ്നേഹമുള്ള ഒരു ഡോക്ടറായിരുന്നു. അത്രയും എല്ലാവരോടൊപ്പം നല്ല രീതിയിൽ ഇടപഴകിയ ഡോക്ടറായിരുന്നു. അപ്പോൾ അങ്ങേര് നമ്മൾ വിട്ട് മാഞ്ഞു പോയിട്ട് 1 കൊല്ലമായി. പക്ഷെ എന്നാലും നമ്മുടെ മെമ്മറീസ് ആർ സ്റ്റിൽ ദെയർ. അപ്പോൾ അത് ഇവരുടെ കുട്ടികൾ പുറത്തേക്ക് ഉണ്ടെങ്കിലും ഇവരെല്ലാവരും 3 സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഇവരൊക്കെ ജനിച്ച് വളർന്ന ഈ സ്ഥലത്ത് എപ്പോഴും അച്ഛൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ഇവിടെ നടത്തണം, അതേപോലെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ ഇവിടെ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികൾക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 1 കൊല്ലം അനുസ്മരിക്കാൻ വേണ്ടിയും അതേപോലെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ജോസ് പുളിക്കൻ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിലുണ്ടാവും. പക്ഷേ അത് പെട്ടെന്ന് അറിയണമെങ്കിൽ അത് ഒരു വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒരു ബുക്ക് റിലീസും കൂടി ഉണ്ട്. ഡോക്ടറുടെ കുറിപ്പുകളെ കുറിച്ച് ഒരു പുസ്തക റിലീസും ഉണ്ട്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് രാജപ്രസ്ഥം ഓട്ടോത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കും. അന്നേ ദിവസം ഡോക്ടർ ജോസ് പുളിക്കന്റെ ഭാര്യ ലറ്റി ജോസ് രചിച്ച സ്നേഹത്തിന്റെ കുറിപ്പടികൾ എന്ന ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പട്ടാമ്പി സെന്റ് പോൾസ് ഇടവക വിമുൻ വികാരി ഫാദർ റന്നി കാഞ്ഞിരത്തിങ്കലാണ്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഡോക്ടർ ജോസ് പുളിക്കൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കുമെന്നും ഇവർ അറിയിച്ചു. കുറേ നാൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അപ്പച്ചൻ കുറേ പരിശ്രമിച്ച ഒരാളാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ അവിടുത്തെ സൂപ്രണ്ടൻറ്റ് ഡോക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്
MLA ഫൗണ്ടേഷൻ ആ പ്രൊജക്റ്റ് അതിൽ നിന്നുള്ള ഫണ്ട് വെച്ചിട്ട് അവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ 15 ലോഞ്ച് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അവർക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഷോർട്ടേജ് ആയിട്ടുണ്ട്. അതായത് മോണിറ്റർ, അതുപോലെ ECG മെഷീൻ, അങ്ങനത്തെ കുറച്ച് മെഷീൻസ് അവർക്ക് ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു തുടക്കം കുറിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൂടാതെ തന്നെ വൺസ് ഈ ഡയാലിസിസ് യൂണിറ്റ് ഫങ്ഷണൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ടമാനം കൺസ്യൂമബിൾസ്, ഓരോ പേഷ്യൻറ്റിന് യൂസ് ചെയ്യേണ്ട കുറേ കൺസ്യൂമബിൾസ് ആവശ്യം വരും. അപ്പോൾ അത് ഒരു റെഗുലർ ബേസിസിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. KSSPU മുതുതല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഹരിതസേനാംഗങ്ങൾക്ക് ആദരം നൽകി പരിസ്ഥിതി ദിനാഘോഷവും സംഘടിപ്പിച്ചു. KSSPU മുതുതല യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മുതുതല പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചത്. പരിസ്ഥിതി ദിനാചരണവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ആളുകൾ ഉപയോഗിക്കപ്പെടുമ്പോഴാണല്ലോ, അപ്പൊ ജനങ്ങളെ അതിന്റെ ബോധവൽക്കരിച്ചിട്ട് ഇതിന്റെ ഉപയോഗം നമ്മൾ തന്നെത്താനെ കുറച്ചുകൊണ്ടിരുന്നാൽ ലാഭമില്ലാത്തൊരു കാര്യം ചെയ്യാൻ വലിയ കമ്പനിക്കാരൊന്നും മെനക്കെടില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുണ്ടാവുള്ളൂ. ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിന് ഉപാധിയായി വേറെ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒറ്റയടിക്ക് പ്ലാസ്റ്റിക് നിരോധിക്കാൻ കഴിയില്ല. പക്ഷെ കൂട്ടായി നിന്നാൽ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നമ്മളെല്ലാവരും കൂട്ടായി നിന്നാൽ തീർച്ചയായിട്ടും എല്ലാവരും നാളെ നമുക്ക്. മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ VL അഭിജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എത്രത്തോളം അതിനൊരു പ്രാധാന്യമുണ്ട്. എന്തൊക്കെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, ഓരോ തരം വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റ്, അതൊക്കെ തരംതിരിച്ച് അത് സംസ്കരിക്കുക, അത് പുനഃചക്രമണം ചെയ്യുക, അതായത് റീസൈക്കിൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഫസ്റ്റ് നിങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ റോളുള്ളത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൃക്ഷത്തൈ നടുകയും ചെയ്തു. ഹരിതസേന അംഗങ്ങൾക്കുള്ള ഉപഹാരവും നൽകി. പരിസ്ഥിതി പ്രതിജ്ഞയും എടുത്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ PM ഉഷ, KSSPU സംസ്ഥാന കൗൺസിലർ KM ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് M രാജേന്ദ്രൻ നായർ, ജില്ലാ കമ്മിറ്റി അംഗം MK രാധ, യൂണിറ്റ് പ്രസിഡന്റ് PN പരമേശ്വരൻ, ഹരിതകർമ്മസേന കൺവീനർ ചിത്ര, യൂണിറ്റ് സെക്രട്ടറി M മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി K അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MK ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു. തൃത്താല പഞ്ചായത്തിലെ മുടവന്നൂർ മാട്ടായ പിറപ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും തകർന്നു കിടക്കുന്ന ഞാങ്ങാട്രി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഞാങ്ങാട്രി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഞാങ്ങാട്രിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മാട്ടായയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC സെക്രട്ടറി PV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M മണികണ്ഠൻ അധ്യക്ഷനായി. കാലങ്ങളായി തകർന്നു കിടക്കുന്ന ഞാങ്ങാട്രി VIP റോഡും അടിയന്തരമായി പുതുക്കി പണിയണമെന്നും ആവശ്യപ്പെട്ടു. PM മോഹൻദാസ്, PK അപ്പുണ്ണി, അനീസ് മാട്ടായ, H നാരായണൻ, സലീം മാട്ടായ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.